മേരിക്കുട്ടി നാട്ടിലായിരുന്നു. കുടിയിലെ ദുരിതങ്ങൾ കാരണം നമുക്കും അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. വെളുപ്പാങ്കാലത്ത് ആളുകളുടെ വിളിയും ബഹളവും കേട്ടിയെന്ന് നോക്കുമ്പോ കായലിന്റെ തീരത്ത് പോലീസിനെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കണമെന്ന് അന്ന് നിമ്മീന്റെ അച്ഛനോട് നമ്മളൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ശവദാഹം കഴിഞ്ഞ് പോയേ പിന്നെ അങ്ങേർക്ക് മിണ്ടാട്ടവും ഇല്ല, അനക്കവും ഇല്ല. ആരെയും കാണാൻ കൂട്ടാക്കാണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരിക്കുക. പിന്നെ പറയണ കേട്ടു, ഉള്ളതെല്ലാം അനാഥാലയത്തിന് എഴുതി വെച്ചേച്ച് വടക്കങ്ങാണ്ടൊരു ആശ്രമത്തിൽ ഭജനം ഇരിക്കാൻ പോയിന്ന്. അവൾ എന്തിനായി കടും കൈ കാണിച്ചത്? എന്റെ മോളെയെങ്കിലും ജീവിക്കാൻ വിടാതെ. എരിയുന്ന തീക്കകത്ത് എണ്ണ ഒഴിക്കുകയാണെന്ന് വിചാരിക്കരുത്. കാരണമില്ലാണ്ടല്ല മോനെ അവർ കായലിൽ ചാടിയത്. പിന്നെ കായലിൽ ശവം പൊന്തതിന്റെ തലേന്ന് രാത്രി ആ അലക്സാണ്ടറുടെ കുരുത്തം കെട്ട 3 മക്കള് മേരിക്കുട്ടിന്റെ വീട്ടിലേക്ക് കയറി പോണത് കണ്ടവരുണ്ട്. ഒറ്റയ്ക്കൊരു പെണ്ണ് താമസിക്കുന്നിടത്ത് അമ്മയും പെങ്ങളും തിരിച്ചറിയാൻ വയ്യാത്ത 3 ചൈത്താന്മാര് പാതിരാത്രിയിൽ ചെന്ന് കയറിയാല് പിന്നെന്തൊക്കെയാ നടക്കുക എന്ന്. മുറിയില് തലേണേന്റെ അടിയിൽ നിന്ന് കിട്ടിയതാ. പോലീസുകാർ കാണാണ്ട് എടുത്തു വെച്ചു മോനെ കാണിക്കാൻ. എന്റെ രവിയേട്ടനെ പിടിച്ചു നിൽക്കാമെന്ന് വ്യാമോഹിച്ച ഞാൻ തോറ്റുപോയി രവിയേട്ട. വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട ഞാനിനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ആ അലക്സാണ്ടർ മുതലാളിയുടെ മക്കൾ മോന്റെ മനസ്സ് കാണാണ്ടേ അല്ല. എന്നാലും കഴിഞ്ഞതൊക്കെ മറക്കാനും പുതിയൊരു ജീവിതം തുടങ്ങാനും ഉപദേശിക്കാനാണ് സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സ് പറയുന്നത്. ഇല്ല മൊയ്തുക്ക, ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ശിക്ഷിച്ചത് ഞാൻ മറക്കാം. പക്ഷേ എന്റെ നിമ്മിയെയും മോളെയും കൊന്നവരോട് പകരം വിട്ടാൽ ഞാൻ അടങ്ങില്ല. ആ പെണ്ണു വരാമെന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. അവളിന് പറ്റിച്ചാണോ? പറ്റിക്കൊന്നുമില്ല. നമുക്ക് പോയി അന്വേഷിച്ചാലോ? അതിനവിടെ വീടറിയണ്ടേ? അതൊക്കെ എനിക്കറിയാ അച്ചായ. എന്നാ വാ, നമുക്ക് പോവാം. വാടേ. ഓ ഞാനില്ല, ഒരു സ്മോൾ അടിച്ച് ഞാനിവിടെ ഇരുന്നോ? നിനക്ക് സ്മോളെ പറഞ്ഞിട്ടുള്ളൂ. സ്വന്തം അച്ഛന്റെ ഘാതകനെ തിരിച്ചറിയാത്ത മകനുണ്ടോ? ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ കായൽ തീരത്തെ ഒരു കൊച്ചു വീട്ടിൽ വെച്ച് നീയും നിന്റെ സഹോദരന്മാരും കൂടെ ചേർന്ന് നശിപ്പിച്ച എന്റെ ഭാര്യയെയും നീ കായലിലെറിഞ്ഞു കൊന്ന എന്റെ കുഞ്ഞിനെയും നീ മറന്നു കാണില്ല. അതേതാ, ഞാൻ തന്നെ. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്, എന്നൊന്നും ചെയ്യരുത്, എന്നൊന്നും ചെയ്യരുത്.
കുടിക്കടാ. ശബ്ദിച്ചു പോകരുത്. വണ്ടി നിർത്തരുത്. നേരെ MG റോഡിലേക്ക് വിട്. അനങ്ങിയാൽ ഈ നിമിഷം നീ മരിക്കും. വണ്ടി നിർത്ത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? മരിക്കുന്നതിന് മുമ്പ് ആരുടെ കൈകൊണ്ടാണ് നീ മരിക്കുന്നതെന്ന് അറിയാൻ നിനക്ക് ആഗ്രഹമുണ്ടാകും. കമോൺ, തിരിഞ്ഞു നോക്ക്. അയ്യോ എന്റെ കണ്ണട! അയ്യോ എന്റെ കണ്ണട! എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ലല്ലോ, പ്ലീസ്. അയ്യോ പ്ലീസ് രവീന്ദ്രൻ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ കണ്ണട തിരിച്ചു തരൂ. രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടു. ഇറങ്ങണ പുറത്ത്.
ഹലോ, ഫ്രെഡി ഹിയർ. എപ്പോ വന്നു? മോർണിംഗ് ഫ്ലൈറ്റിലോ? ഏത് ഹോട്ടലിലാണ് താമസം? ഞാനിതാ വരുന്നു. ഓക്കെ. അപ്പനിപ്പോ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ആ രവീന്ദ്രൻ ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അവനായിരിക്കും ഫെലിക്സിനെയും സ്റ്റീഫനെയും കൊന്നത്. എന്റെ 2 മക്കളും കൊല്ലപ്പെട്ടു. ഇനി നീ മാത്രമേ ബാക്കിയുള്ളൂ. നീ ഒറ്റയ്ക്കൂടെ കഴിയുമ്പോ ഞാനിങ്ങനെ മനസ്സുമാത്ര വിദേശത്ത് കഴിയും. നിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. നാളത്തെ ഫ്ലൈറ്റിൽ കാനഡയ്ക്ക് പോകണം. എനിക്ക് നിനക്കും വേറെ പേരിൽ പാസ്പോർട്ടും വിസ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എത്രയും വേഗം രക്ഷപ്പെടണം. ഓക്കെ? ഇനി ഒരിക്കലും നീ എന്നെ കണ്ടുമുട്ടുമെന്ന് കരുതിയില്ല അല്ലേ? ഹലോ ഹലോ ഹലോ, ആർക്കാണ് ഫോൺ ചെയ്യുന്നത്? പോലീസിനോ? ധൈര്യമായിട്ട് വിളിക്കും. എന്നെക്കാളേറെ നിന്നെ കാണാനായിരിക്കും അവർക്ക് താല്പര്യം. എന്താ വിളിക്കുന്നില്ലേ? എടാ, എന്റെ ഭാര്യയെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊന്ന, എന്റെ കുഞ്ഞിനെ കായലിലെറിഞ്ഞു കൊന്ന നിന്റെ 2 അനുജന്മാരെയും ഞാൻ കൊന്നു. നിന്റെ കണക്ക് കൂടെ തീരുമ്പോൾ പകയുടെ ഒരു അധ്യായം അവസാനിക്കുമെന്ന് കരുതിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ എന്റെ വലയിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒരാളെ കൂടിയാണ് വീണ് കിട്ടിയത്. നീ മരിച്ചുവെന്ന് തെളിവുണ്ടാക്കി പോലീസിനെയും നിയമത്തെയും നിനക്ക് കബളിപ്പിക്കാൻ സാധിച്ചേക്കും. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പറയും, എങ്ങനെയാണ് നീ എന്നെ കൊലയാളിയാക്കിയത്? പറയണം. അത് ഞാൻ പറയാം. ഈ ഭരതനിൽ നിന്നാണ് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തെടുത്തെന്ന് നിനക്കെങ്ങനെ അറിയാം? ഭരതനെ രവീന്ദ്രൻ കീഴടക്കുന്ന ചോദ്യം ചെയ്യുന്ന ഞാൻ നേരിട്ട് കണ്ടതാ. നിന്റെ അന്നിട്ട് ശവം എവിടെ? ചിലപ്പോ പേടിച്ചൊളിച്ചടക്കായിരിക്കും. ബ്ലഡി ബാസ്റ്റർ. അവനെ നമുക്കൊരു പാഠം പഠിപ്പിച്ചേ മതിയോ?
Stop it! Arrest him. No, you can't arrest me. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മനുഷ്യനെ കൊന്ന കുറ്റത്തിന് ഇതേ കോടതിയിൽ വെച്ച് അങ്ങ് തന്നെയാണ് എന്നെ ശിക്ഷിച്ചത്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അങ്ങയോട് 100 തവണ ഞാൻ കെഞ്ചി പറഞ്ഞു. അന്നങ്ങത് ചെവിക്കൊണ്ടില്ല. തെളിവുകളെല്ലാം എനിക്കെതിരായിരുന്നു. ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ വെച്ച്, നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ മനുഷ്യനെ ഞാൻ കൊന്നു. ഏത് നിയമം വെച്ച് നിങ്ങളെന്നെ അറസ്റ്റ് ചെയ്യും? ഒരു മനുഷ്യനെ കൊന്ന കുറ്റത്തിന് 2 തവണ ഒരാളെ ശിക്ഷിക്കാൻ നിങ്ങളുടെ നിയമത്തിന് കഴിയുമോ? Can the law catch me again for the same crime for which I have suffered 9 long years in the jail? രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച കർത്തവ്യനിരത ഒരു കസ്റ്റംസ് ഓഫീസറായിരുന്നു ഞാൻ. രാജ്യദ്രോഹികളെ വേട്ടയാടിയ എന്റെ ഈ വെളുത്ത കുപ്പായത്തിൽ തങ്കപ്പതക്കം അണിയിക്കേണ്ടതിന് പകരം നിങ്ങളുടെ നിയമം എന്നെ കുറ്റവാളി എന്ന് മുദ്രകുത്തി. നിയമം ചിലപ്പോൾ എന്നെ വെറുതെ വിട്ടേക്കാം. പക്ഷേ നഷ്ടപ്പെട്ടു പോയ എന്റെ 9 വർഷങ്ങൾ നിങ്ങളുടെ നിയമത്തിന് തിരിച്ചു തരാൻ കഴിയുമോ? എന്റെ യൗവനം, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞ്, എന്റെ ജീവിതം, എന്റെ എല്ലാം. Can you give me back?